ഗൗരി, എനിക്ക് മോളോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിക്കാനുള്ളതൊക്കെ എല്ലാരും സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്ത് സംസാരിക്കാനാ? മോളെ, നിനക്കിതെന്താ പറ്റിയേ? സ്വാതിയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച വിവരക്കേട് നീലിന്റെ ഭാവിക്കാ ദോഷമായിട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സ്വാതിയോട് നിനക്ക് എന്തിനാ എത്ര വൈരാഗ്യം? നിന്റെ സഹോദരനായ നീലിന്റെ ഭാര്യയല്ലേ അവള്? അതൊക്കെ എനിക്കറിയാം. പക്ഷേ അവളോട് ഞാൻ ഇനി ഇങ്ങനെ പെരുമാറും? നീ എന്തിനാ അവളോട് ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളൊരു പാവോ. അത് വല്യച്ഛന്. എനിക്ക് പക്ഷേ അങ്ങനെയല്ല. എന്റെ മേൽ അവൾ എന്തിനാ ഇത്രയ്ക്ക് അധികാരം കാണിക്കുന്നത്? അവളെ എന്റെ ഏട്ടത്തിയാ, സമ്മതിച്ചു. പക്ഷെ ഞാൻ അവളുടെ അടിമയൊന്നും അല്ല. അവള് നിന്നോട് അങ്ങനെ പെരുമാറുന്നു ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ലല്ലോ. തോന്നില്ല. കാരണമേ എല്ലാരും അവൾക്ക് സ്തുതി പാടാൻ ക്യൂ നിൽക്കുമല്ലേ. അതെ, വല്യച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ സംഭവമേ ഞാൻ അവൾക്ക് മനഃപൂർവ്വം പണി കൊടുത്ത് തന്നെയാ. ഓഹോ. ഇനിയും അവൾ എന്നെ ഭരിക്കുന്ന നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇനിയും അവളെ ഇതുപോലെ അപമാനിക്കും. അതിന് നീലിനെന്നല്ല, ആർക്കെന്ത് നഷ്ടപ്പെട്ടാലും എനിക്കൊരു ചുക്കുമില്ല. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതിനൊക്കെ എങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. അച്ഛനോട് പോലും ഇത്രയ്ക്ക് എതിർത്ത് പറയാൻ തക്കവണ്ണം നീ അങ്ങ് വളർന്നോ? അത് സാരമില്ല സ്വാതി, ഞാനിവളുടെ വല്യച്ഛനാ. ജന്മം കൊടുത്തില്ലെന്നേ ഉള്ളൂ. എന്റെ നെഞ്ചിലെ ചൂട് കൊടുത്ത് വളർത്തിയതാ ഞാനിവളെ. നീലിനെയും ഗിരിയേക്കാളും കൂടുതൽ ഞാനിവളെ ലാളിച്ചു. ആ സ്നേഹം എന്റെ മോൾ എനിക്ക് ഇങ്ങനെ മടക്കി തരുന്നു കരുതി ഞാൻ സമാധാനിച്ചോളാം. എന്ന് കരുതി ഇന്നത്തെ പോലുള്ള സംഭവങ്ങൾ ഇനി മേലിൽ ഈ വീട്ടിൽ ആവർത്തിച്ചൂടാ. അത് ഈ വീടിന്റെ സമാധാനം കെടുത്തും. ഞാൻ ആരുടെ ഒരു സമാധാനം കെടുത്താൻ വരുന്നില്ല. എന്റെ സമാധാനം കെടുത്താൻ ഇങ്ങോട്ടാരും വരാതിരുന്നാ മതി. ഞാൻ എന്ത് തെറ്റാ ഗൗരി നിന്നോട് ചെയ്തത്? നീലണ്ണെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നതോ? അതോ ഈ വീടിനെയും ഇവിടെ ഉള്ളവരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയതോ? എടി, ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ എന്നെ നിലവിളക്ക് തന്ന് കൈപിടിച്ച് കയറ്റിയ ഒരു അമ്മയുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക് നിന്റെ വല്യമ്മേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇവിടെ മറ്റു പലർക്കും ഓർമ്മയില്ലാത്ത പലതും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടേ വല്യമ്മയുടെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. അപ്രതീക്ഷിതമായി മരണം കൊണ്ടുപോയെങ്കിലും ആ അമ്മ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിനക്കറിയോ? അമ്മയുടെ ആഗ്രഹം അതുപോലെ പാലിക്കാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. അതുകൊണ്ടാ അടിച്ച് കരണം പൊളിക്കേണ്ട വർത്തമാനം നീ പറഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ സമാധാനത്തോടെ നിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഓ പിന്നെ വല്യമ്മ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി പോലും പച്ച കള്ളം പറയുന്ന നിനക്ക് ഒരു നാണമില്ലേ? സ്വാതിമോൾ ഒരിക്കലും അങ്ങനെ കള്ളം പറയില്ല, അതെനിക്ക് ഉറപ്പാ. കേട്ടില്ലടി, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള വിശ്വാസമാ അച്ഛന്റെ ഈ വാക്ക്. ഇത്രയ്ക്കങ്ങ് കടമ നിറവേറ്റാൻ വല്യമ്മ തന്ന ആ വലിയ വാക്കേതാ? അല്ല, ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. പറയാം. ഈ വീട്ടിലെ രണ്ടാൺമക്കൾ, എന്റെ ഏട്ടനും ഗിരിയും, അവരൊരിക്കലും തമ്മിലടിച്ച് പിരിയാതെ നോക്കിക്കൊള്ളാമെന്നാ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. അതുമാത്രമല്ല, ഗിരിയെ ഭർത്താവിന്റെ അനിയനെ പോലെയല്ല, മകനായി കരുതി സ്നേഹിക്കണമെന്നാ ആ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത്. അവളതെല്ലാം മുൻകൂട്ടി കണ്ടു. ഇത് മാത്രമല്ല, മറ്റു പലതും അമ്മ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അമ്മയ്ക്കും എനിക്കും ഇടയിലുള്ള രഹസ്യങ്ങളാ. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ വീടിന്റെ അന്തസ്സിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും നീ ഇനി ചെയ്യരുത്. അന്തസ്സിനെ കുറിച്ചേ നീ വലിയ വാചകമൊന്നും അടിക്കണ്ട. അല്ല, എന്താ നിന്റെ അന്തസ്? നിനക്കൊരു അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഗൗരി,
സ്വാതിമോൾ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അന്തസ്സും അഭിമാനവും ഒന്നും അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതല്ല. സ്വാതിമോളുടെ വാക്കിലും പ്രവൃത്തിയിലുള്ള അന്തസ്സ് മതി അവൾ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഓ പിന്നെ വാക്കും പ്രവൃത്തി എങ്കിൽ പിന്നെ ഇവളൊന്ന് പറയട്ടെ, ഇവളുടെ അച്ഛൻ ആരാന്ന്. ഗൗരി, പ്രസവിച്ചുടനെ അമ്മ മരിച്ചു പോയിന്നാ വല്യമ്മ എന്നോട് പറഞ്ഞത്. പറടി, ആരാ നിന്റെ അമ്മയ്ക്ക് ദിവ്യഗർഭം സമ്മാനിച്ച് കടന്നു കളഞ്ഞ ആ മഹാൻ? ഗൗരി, നിലമറന്ന് സംസാരിക്കരുത്. ഇവളുടെ അച്ഛനെ അമ്മയെ കുറിച്ച് ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കാൻ നിനക്ക് ആരധികാരം തന്നു? ഞാൻ ആരെ അപമാനിച്ചില്ല, ഒരു സത്യം ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട് ഗൗരി. ഒരു ദിവസം അതാരാണെന്ന് നീ അറിയും. അന്ന് എന്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്നേ. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഈ വീടിന്റെ സമാധാനം ഇല്ലാതാക്കാൻ നീ ശ്രമിച്ച നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും ഉടനെ തന്നെ. അത് കൊള്ളാലോ, എന്റെയും കൂടെ വീടാ ഇത്. ഇവിടെ നിനക്കങ്ങനെ ഒറ്റയ്ക്ക് ഒരു അധികാരവും ഇല്ല. അത് ഞാൻ സമ്മതിച്ച് തരികയില്ല, മരിക്കേണ്ടി വന്നാലും. മതി, കറി എടുക്ക. കടയിറക്കാ, നീയേ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കാതെ വല്ലതും വാരി കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. എടാ, സംഭവിക്കാനല്ലോ ഒക്കെ സംഭവിച്ചു. ഇനിയെങ്കിലും ആണായിട്ട് ജീവിക്കാൻ നോക്കടാ. അച്ഛാ, എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കല്ലേ, ഞാനൊരു ആൺകുട്ടിയാ. ആൺകുട്ടി? എടാ, ആൺകുട്ടിയുടെ രൂപം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പ്രവൃത്തിയില ആണിന്റെ മിടുക്ക് കാണിക്കണ്ടേ? മനുഷ്യ, നിങ്ങൾ എന്റെ കൊച്ചിനെ ഇങ്ങനെ വെറുതെ കുറ്റം പറയരുത് കേട്ടോ. ഭാനുമതി, അമ്മയെന്ന് പറയുന്നത് 10 മാസം മക്കളെ ചുമന്ന് പ്രസവിക്കുന്നതുകൊണ്ട് മാത്രം പൂർണ്ണമാകുന്ന ഒന്നല്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളർത്തേണ്ട രീതിക്ക് വേണം വളർത്താൻ. ഞാൻ വളർത്തേന് എന്തപ്പോ കുഴപ്പം? അതുകൊണ്ടാ ഇവൻ ഇത്രയ്ക്ക് അനുസരണ ഉണ്ടായത്. ഇത് അനുസരണ അല്ല ഭാനു, പേടിയാ, നിന്നോടുള്ള പേടി. ഇതവനെ ബാധിക്കാൻ പോകുന്നത് ജീവിതത്തിലുടനീളമാ. രാജീവേ, വെറുതെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടുന്ന താലി കൊണ്ട് മാത്രമല്ല ഒരു പുരുഷൻ ഭർത്താവാകുന്നത്. കെട്ടിയ പെണ്ണിനെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിലാ. അതിന് നിന്നെ കൊണ്ട് കഴിയുന്നില്ലെന്ന് തോന്നിയാൽ അവള് നിന്നെ കളഞ്ഞിട്ട് അവളുടെ പാട്ടിന് പോവും. അങ്ങനൊന്നും പറയല്ലേ അച്ഛാ, എന്റെ ഗൗരി എന്നെ വിട്ട് എവിടെയും പോവില്ല. എന്ത് മനുഷ്യ, ഇങ്ങനെയാണോ ഒരു കൊച്ചിനെ ജീവിതം എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊരു മാതിരി ഉപദേശികളെ പോലെ. ഭാനു, ആൺകുട്ടികളെ വളർത്തേണ്ടത് ഭയപ്പെടുത്തിയല്ല, ലോകത്തോടുള്ള അവന്റെ ഭയം ഇല്ലാതാക്കിയ. പിന്നെ ഇവൻ ആണാണെന്ന് തെളിയിക്കണമെങ്കിൽ ആദ്യം പോയി അവളെ വിളിച്ചോണ്ട് വരട്ടെ. അവള് വന്നില്ലെങ്കിലോ? അവളുടെ കരണമടിച്ചു പോയിക്കണം. അച്ഛാ, എന്റെ ഗൗരി ഞാൻ തല്ലാനോ? എന്താടാ, അവള് നിന്നെ തിരിച്ചടിക്കൂ? അയ്യോ, എന്തൊരു ദുഷ്ടനാ നിങ്ങള്! കരണമടിച്ച് പോയിക്കണം പോലും. അവള് നമ്മുടെ മോന്റെ ഭാര്യയല്ലേ മനുഷ്യ? അതോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ മോനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഉദ്ദേശമാണോ? ആണോ? ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തന്നേ ഉള്ളൂ. അപ്പോ ഞാൻ നിങ്ങൾക്കൊരു ദുരന്തമാണെന്ന് അല്ലേ? നീ എനിക്കൊരു ദുരന്തമാണെന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. പിന്നെ ഞാനൊരു പരാജയമായി പോയത് നിന്റെ കുറ്റമല്ല ഭാനുമതി, അതെന്റെ മാത്രം തെറ്റാ. നിന്നെ തിരുത്താൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ അടിയിട്ടാലും നിനക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. അതിൻ്റെ മുമ്പില് എനിക്ക് വാക്കുമുട്ടിപ്പോവും. അതുകൊണ്ട് പക്ഷെ ഇവനും ഗൗരിയും തമ്മിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടോ? ഇങ്ങനെ പോയാൽ അത് നിലനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
ഇന്നവൾ ഉണ്ടാക്കിയ പ്രശ്നം സ്വാതിയോടുള്ള വൈരാഗ്യ. നാളെ അവൾ അത് നിന്നോടും കാണിക്കില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ അതുകൊള്ള. എന്നോട് കാണിച്ചാലേ അവളെന്റെ തനി കൊണം അറിയും. അറിയാലോ നിങ്ങൾക്ക് എന്നെ. അത് തന്നെ എന്റെ പേടി ഭാനുമതി. അവള് നിന്നെക്കാൾ വിളഞ്ഞ വിത്ത. അവളുടെ മുമ്പിൽ നീ ഒരിക്കൽ തോറ്റുപോയാ പിന്നെ ഇപ്പോഴീ കാണുന്ന ധൈര്യവും തൻപോരായ്മയൊന്നും പിന്നീട് ജീവിതത്തിൽ നിനക്കുണ്ടായെന്ന് വരില്ല. അവളെ കീഴടക്കേണ്ടത് പണത്തിന്റെ കണക്കിലല്ല, സ്നേഹം കൊണ്ടാ. ഓ അതൊക്കെ എനിക്കറിയാം. ഇനി നിങ്ങളായിട്ട് എന്നെ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നു വേണ്ട. ഞാനിപ്പോ എന്ത് വേണോന്ന് അച്ഛൻ ഈ പറയുന്നേ? ആണത്തത്തോടെ പോയി അവളെ വിളിച്ചോണ്ട് വരണം. നിന്റെ ഭാര്യ ജീവിക്കേണ്ടത് നിന്റെ കൂടെയാ, മനസ്സിലാടാ? കഴിക്കണില്ലേ? അമ്മ, ഈ അച്ഛൻ എന്താ എപ്പോഴും ഇങ്ങനെ? നീ അതൊന്നും ശ്രദ്ധിക്കണ്ടടാ. നമുക്ക് വേണ്ടതേ നാളത്തേക്ക് ജീവിക്കാനുള്ള പണമാണ്. അതിന് അവളുടെ സ്വത്ത് കിട്ടുമെങ്കിൽ ഇനി ചെയ്യേണ്ടതെന്തെന്ന് ഈ അമ്മ പറഞ്ഞു തരാം. നീ ഇപ്പൊ കഴിക്കേ. ഹലോ, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നേ? മോളെ, ഞാനിപ്പോ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാ ഡോക്ടർമാര് പറയുന്നത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. അല്ല, അല്പം മുമ്പ് കണ്ടപ്പോഴും അവസാനമായി ചോദിച്ചത് മോളുടെ കാര്യ. മോളെ, ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അവസാനത്തെ ഈ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാനുള്ള കടമ മോൾക്കുണ്ടെന്നാ എന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ആത്മാവ് പോലും മോക്ഷം കിട്ടാതെ അലയും. ഇനിയൊരിക്കൽ മോൾ ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അങ്കിളിന്റെ ഈ യാചന മോള് നിഷേധിക്കരുത്. മോള് വരണം, ഒരു നോക്ക് ഒന്ന് കാണണം. ശരി, ഞാൻ വരാം. ഒരേ ഒരു തവണ മാത്രം. പിന്നീട് ഒന്നിനും എന്നെ വിളിക്കരുത്. അത് മതി, അത് മാത്രം മതി. അങ്കിളിപ്പോ തന്നെ ചെന്ന് ഈ വിവരം ഒന്ന് അറിയിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷാവും. ശരി മോള്.
നന്ദിനി എന്താ? അത് ഇത്തിരി വെള്ളം കുടിക്കാൻ. എന്താടി ഒരു പരിഭ്രമം? വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? കുരുത്തക്കേടൊക്കെ ആരോ ഒപ്പിക്കുന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. നീ എന്താ പറഞ്ഞ? അല്ല, എന്റെ ഭർത്താവിന്റെ കാണപ്പെട്ട ദൈവമല്ലേ. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. വരട്ടെ, നോക്കാം. അടച്ചതായിരുന്നല്ലോ, പിന്നെ ഇതാരാ തുറന്നിട്ടെ? എന്താ ഇവിടെ നിൽക്കുന്നത്? ഈ വാതിൽ ആരാ ഇപ്പൊ തുറന്നിട്ടത്? നീയാണോ? എന്താ നിന്റെ മുഖത്തൊരു കള്ളത്തരം? ഓ പിന്നെ കള്ളത്തരം. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ പിന്നാലെ CBI കളിച്ച് നടക്കുമ്പോ ഇതുമല്ല ഇതിനപ്പുറം തോന്നിയില്ലെങ്കിൽ അതിശയുള്ളൂ. ചോദിച്ചതിന് ഉത്തരം പറ നന്ദിനി. ഈ വാതിൽ നീ തുറന്നോ ഇല്ലയോ? ഞാൻ എങ്ങും ഒരു വാതിലും തുറന്നിട്ടില്ല. പാതിരാത്രി നിങ്ങക്ക് ഭ്രാന്ത് പിടിച്ചോ? മറ്റുള്ളവരുടെ സമാധാനം കളയാൻ വേണ്ടി എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വന്നോളൂ. നിങ്ങൾക്ക് ഏതാണ്ട് മനോരോഗ. വാതില് തുറന്നു പോലും. ഇനി അവള് പറഞ്ഞതുപോലെ ഇതെന്റെ സംശയം മാത്രമാണോ? അല്ലല്ലോ, വാതിൽ ഞാൻ നേരത്തെ അടച്ചതാണല്ലോ. അപ്പൊ പിന്നെ ആരാ ഇത് തുറന്നത്? എന്താ മോളെ? എന്താ സംഭവിച്ചേ? നീ വല്ലാതെ പേടിച്ചതുപോലെ ഉണ്ടല്ലോ. ഏട്ടാ, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ അറിയാതെ മറ്റാരും ഉണ്ട്. ഏതോ കള്ളനോ? എവിടെ? ഞാൻ മുകളിലേക്ക് കയറി വന്നതും എന്റെ മുമ്പിലൂടെ പുറത്തേക്ക് ഓടിപ്പോയി.